പ്രിയപ്പെട്ട ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെ, ട്രേഡ് യൂണിയനുകൾക്ക് സംസ്ഥാന ഗവൺമെൻറ് കടിഞ്ഞാണിടാൻ പോവുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളെക്കൊണ്ട് വീർപ്പ് മുട്ടുമ്പോഴാണ് സംസ്ഥാന സർക്കാരും ട്രേഡ് യൂണിയനുകൾക്ക് താഴിട്ട് പൂട്ടാനുള്ള നീക്കം നടത്തുന്നത്. രാജ്യത്തെ 25 കോടിയോളം വരുന്ന തൊഴിലാളികളെ പ്രത്യക്ഷമായും പരോക്ഷമായും ബാധിക്കുന്ന നിയമങ്ങളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി വരുന്നത്. 29ഓളം തൊഴിൽ നിയമങ്ങളെ 4 കോഡുകളാക്കി മാറ്റിയാണ് തൊഴിലാളി വിരുദ്ധ നിലപാടുകൾ നടപ്പിലാക്കുന്നത്. വേജ് കോഡ് 2019, ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് 2020, സോഷ്യൽ സെക്യൂരിറ്റി കോഡ് 2020, ഒക്യുപേഷൻ സേഫ്റ്റി ഹെൽത്ത് വർക്കിംഗ് കണ്ടീഷൻസ് കോഡ് 2020 എന്നീ 4 കോഡുകളും തൊഴിലാളികളുടെ മൗലികമായ അവകാശങ്ങളെ ഹനിക്കുന്നതാണ്. നിരന്തരമായ സമര പോരാട്ടങ്ങളിലൂടെ തൊഴിലാളികൾ നേടിയെടുത്ത അവകാശങ്ങളിലൂടെ തൊഴിലാളികൾ നിവർന്നു നിൽക്കുന്നത്. ആ അവകാശങ്ങളെല്ലാം നിഷേധിച്ചുകൊണ്ടാണ് കോർപ്പറേറ്റ് ഭീമന്മാരുടെ താൽപര്യ സംരക്ഷണത്തിന് തൊഴിലാളികളെ ബലിയാടാക്കുന്നത്. തൊഴിലാളി വിരുദ്ധ 4 കോഡുകൾ പടച്ചുണ്ടാക്കിയിട്ടുള്ളത് അതിനു വേണ്ടിയിട്ടാണ്. തൊഴിലുടമയ്ക്ക് തൊഴിലാളികളെ യഥേഷ്ടം പിരിച്ചുവിടാമെന്നതാണ് ഈ കോഡുകളെ കൊണ്ട് ആത്യന്തികമായി ലക്ഷ്യമിടുന്നത്. ഇപ്പോഴിതാ തൊഴിലാളികളുടെ മേലാളന്മാരെന്ന് ഹുങ്ക് കാണിച്ചിരുന്ന CPM തൊഴിലാളികളുടെ സംഘടിക്കാനും വേതനത്തിന് വിലപേശാനുമുള്ള അവകാശങ്ങൾക്ക് നേരെ കോടാലി വെച്ചിരിക്കുന്നു. തൊഴിലാളി സംഘടനകൾക്ക് രജിസ്ട്രേഷൻ കിട്ടുന്നതിന് നിലവിലുണ്ടായിരുന്ന 1000 രൂപ ഫീസ് അടച്ചാൽ മതിയായിരുന്നു. ഒക്ടോബർ 1 മുതൽ അത് 10,000 രൂപയാക്കി ഉയർത്തിയിരിക്കുന്നു. 10,000 രൂപ ട്രഷറിയിൽ അടച്ച് രസീത് ഹാജരാക്കാത്ത ട്രേഡ് യൂണിയനുകൾക്കൊന്നും തന്നെ രജിസ്ട്രേഷൻ നൽകേണ്ടെന്നാണ് ജില്ലാ ലേബർ ഓഫീസർമാർക്ക് ലേബർ കമ്മീഷണർ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അത് മാത്രമല്ല, ട്രേഡ് യൂണിയൻ രജിസ്ട്രേഷനുള്ള മാനദണ്ഡങ്ങളും കർശനമാക്കിയിട്ടുണ്ട്. രജിസ്ട്രേഷന് അപേക്ഷിക്കുന്ന തൊഴിലാളികൾ ആ മേഖലയിൽ പണിയെടുക്കുന്നവരാണെന്ന ഒരു ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപത്രം ഹാജരാക്കിയാലേ രജിസ്ട്രേഷൻ ലഭിക്കൂ. ഇത്തരം ഒരു വ്യവസ്ഥ ആദ്യമായി നടപ്പിലാക്കുന്ന സംസ്ഥാനം കേരളമാണ്. തൊഴിലാളികൾക്കും ട്രേഡ് യൂണിയനുകൾക്കും കൂച്ചുവിലങ്ങിടുന്ന ആദ്യ സംസ്ഥാനമായി കേരളം മാറാൻ പോകുന്നു. സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കൂ എന്ന് ഒരു കാലത്ത് തൊഴിലാളികൾ ആവേശം കൊള്ളിച്ച CPM തന്നെ തൊഴിലാളികളുടെ സംഘടിക്കൽ അവകാശത്തിന് നേരെ വാളോങ്ങുന്നു. ട്രേഡ് യൂണിയൻ രജിസ്ട്രേഷന് ബംഗാളിൽ 5 രൂപയാണ് വാങ്ങുന്നത്. 926-27 ട്രേഡ് യൂണിയൻ റെഗുലേഷൻസ് പ്രകാരമാണ് നിരക്ക് വാങ്ങുന്നത്. തമിഴ്നാട് നിയമ ഭേദഗതിയിലൂടെ ഈ വർഷം ഫീസ് 1000 രൂപയാക്കി. കർണാടകയിൽ 1350 രൂപയാണ്. ഉത്തർപ്രദേശിൽ അത് 100 രൂപയാണ്. ഒഡീഷയിൽ 50 രൂപയാണ് വാങ്ങുന്നത്. മുംബൈയിൽ 1000-ന് താഴെ അംഗങ്ങളുടെ സംഘടനയ്ക്ക് 200 രൂപയും അതിലേറെയുള്ളവർക്ക് 300 രൂപയുമാണ് ഫീസ് ഈടാക്കുന്നത്. തൊഴിലാളികൾക്ക് വേണ്ടി മുതലക്കണ്ണീർ പൊഴിക്കുന്ന CPM ഭരണം കൈയാളുന്ന കേരളത്തിൽ ട്രേഡ് യൂണിയൻ രജിസ്ട്രേഷന് 10,000 രൂപയായി ഉയർത്തിയിരിക്കുന്നു. തൊഴിലാളികളെ കൈയൊഴിഞ്ഞ് കോർപ്പറേറ്റുകളിലെ കെട്ടിപ്പുണരുന്ന നയത്തിലേക്കാണ് കേരളത്തിലെ ഭരണം മാറിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ട്രേഡ് യൂണിയനുകൾ രജിസ്ട്രേഷൻ കുത്തനെ ഫീസ് ഉയർത്തിയത് എന്ന് തൊഴിലാളികൾ തിരിച്ചറിയണം. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും തൊഴിലാളികളെയും ട്രേഡ് യൂണിയൻ സംഘടനകളെയും വഞ്ചിക്കുന്ന ഈ സർക്കാരിനെതിരെ വിധിയെഴുതാൻ എല്ലാ തൊഴിലാളികളും തയ്യാറാവുകയാണ് വേണ്ടത്.